കഴിഞ്ഞാൽ സാധാരണയായിട്ട് ഒരു 30-40 ശേഷമൊക്കെ തന്നെ നമുക്കൊരു ശരീരത്തിൽ ഒരു വ്യത്യാസങ്ങൾ കാണപ്പെടുമല്ലേ. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും വൈറ്റമിൻ്റെ കുറവ് കൊണ്ടും ഒക്കെ തന്നെയായിരിക്കും കാര്യമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നത്. അതിപ്പം ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണെങ്കിൽ കാത്തിരിക്കുകയാണ് ഒരു 40 കഴിഞ്ഞാൽ പിടിപെടാൻ. ഒന്നുകിൽ ഡയബറ്റീസ്, അല്ലെങ്കിൽ ബ്ലഡ് പ്രഷറിലുള്ള വേരിയേഷൻ ആവാം, അതല്ലെങ്കിൽ ഫാറ്റി ലിവർ പ്രശ്നങ്ങൾ, മുട്ടുവേദന, വാതദോഷം കൂടിയിട്ടുണ്ടാവുന്ന ഒരുവിധം പ്രശ്നങ്ങളും ഒക്കെ തന്നെ നമുക്ക് ബാധിക്കപ്പെടാം. അല്ലെങ്കിൽ ബ്ലീഡിങ് പ്രശ്നങ്ങൾ, പീരീഡ്സ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ചിലർക്ക് ആർത്തവം നിൽക്കാനായിട്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, ഹോർമോണിൻ്റെ വേരിയേഷൻസ്, തൈറോയിഡ് എന്ന് പറയേണ്ട ഒട്ടനവധി രോഗങ്ങൾ നമുക്ക് പിടിപെടാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ ആ ഒരു രോഗപ്രതിരോധ ശേഷിയൊക്കെ തന്നെ ഒന്ന് കുറഞ്ഞു വരും. പിന്നെ കാൽസ്യം ആയാലും പൊതുവേ കുറച്ച് കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ തന്നെ ഈ മുട്ടുവേദന പ്രശ്നങ്ങളും, അല്ലെങ്കിൽ ശരീരത്തിനുണ്ടാകുന്ന ക്ഷീണം, ഇങ്ങനെയുള്ള മുടി കൊഴിച്ചിൽ, അല്ലെങ്കിൽ സ്കിന്നിൽ വരുന്ന പിഗ്മെൻറ്റേഷൻ പ്രശ്നങ്ങൾ, അങ്ങനെ ഓരോരോ പ്രശ്നങ്ങളായിട്ട് നമുക്ക് മാറി മറിഞ്ഞ് വന്നുകൊണ്ടേയിരിക്കും. ഇതൊന്നും വരാതെ നമുക്ക് ഫുൾ ബോഡിയെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കണം എന്നില്ല. എങ്കിലും നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഡയറ്റിലൊക്കെ ഒരു ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെയൊക്കെ നമുക്ക് ഇത്തരം പ്രശ്നങ്ങളെ, ആരോഗ്യ പ്രശ്നങ്ങളെ നമുക്കൊന്ന് ലഘൂകരിക്കാൻ വേണ്ടി സാധിക്കും, അല്ലെങ്കിൽ വരാതിരിക്കാൻ ഒന്ന് തടഞ്ഞു നിർത്താൻ സാധിക്കും. അപ്പോൾ അതിന് പറ്റുന്ന ഒരു കംപ്ലീറ്റ് മീലാണെന്ന് കാണിക്കുന്നത്. എന്ന് പരിചയപ്പെടുന്നത് ഓർഗാനിക് ഹാബിറ്റ്സിൻ്റെ മുസലി മിക്സ് ആണ് കേട്ടോ. ഇത് നല്ലൊരു കോമ്പിനേഷനാണ്. സീഡ്സ്, നട്ട്സ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, മില്ലറ്റ്സ് ഒക്കെ ചേർത്തിട്ടുണ്ട്. അതുപോലെ ആഡഡ് ഷുഗേഴ്സ് ഒന്നും തന്നെ ഇല്ല. അതുപോലെ തന്നെ ഫോളിക് ആസിഡ്, നമ്മുടെ ഗർഭിണികൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഫോളിക് ആസിഡ് അടങ്ങിയിട്ട് അയൺ, കാൽസ്യം, വൈറ്റമിൻ B1, B2 ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഈ ഒരു മിക്സ് ഗർഭിണികൾക്ക് സ്പെഷ്യൽ ആയിട്ടുള്ളതാണ്. ഇതുപോലെ തന്നെ നമ്മുടെ ഓർഗാനിക് ഹാബിറ്റ്സിൻ്റെ തന്നെ മറ്റുള്ള, അതായത് കുറച്ച് ഏജ് എത്തിക്കഴിഞ്ഞവർക്ക്, അതല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവർക്കായാലും ഒക്കെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്ന സെപ്പറേറ്റ് ഓപ്ഷൻസ് തന്നെയുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് ഉപയോഗിക്കുന്നത് പല രീതിയിൽ ചെയ്യാം. വളരെ ഈസി ആയിട്ട് ഒന്നുകിൽ പാലിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ഇത് തന്നെ യോഗേർട്ടിൽ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാം. അത് ഫ്ലേവേർഡ് യോഗട്ടോ നോർമൽ യോഗേർട്ടിലോ ഒക്കെ തന്നെ ഉപയോഗപ്പെടുത്താം. അപ്പോൾ അത് സിമ്പിളായിട്ടുള്ളൊരു വഴിയാണ്. അതല്ലെങ്കിൽ ഞാൻ ഈ തയ്യാറാക്കുന്ന ഒരു പുഡിങ് കാണിക്കുന്നുണ്ട്. ഇപ്പം മാമ്പഴക്കാലം ആയതുകൊണ്ട് മാമ്പഴം ഉപയോഗിച്ചോ, അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ട് അവോക്കാഡോ ഉപയോഗിച്ചോ, ഒന്നും അല്ലെങ്കിൽ നമുക്ക് പഴം ഉപയോഗിച്ചോ ഒക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നെക്സ്റ്റ് കാണിക്കുന്ന ഈ ഒരു പുഡിങ്ങിലും നമുക്ക് മിക്സ് ചെയ്തിട്ട് ഇതുപോലുള്ള ഒരു ക്രഞ്ചി ഇഫക്റ്റിന് വേണ്ടിയിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് ഒരു മാംഗോ ചിയ പുഡിംഗ് ആണ്. അപ്പോൾ ഇത് നിങ്ങളുടെ വേഷനിൽ നിങ്ങൾക്ക് മിൽക്ക് ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സ്വീറ്റ് യോഗേർട്ടാണ്. അതായത് ഇതിൽ സ്ട്രോബെറി ഫ്ലേവറിലാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് മധുരം എക്സ്ട്രാ ചേർക്കേണ്ട എന്ന് ഓർത്തിട്ട് നന്നായിട്ട് മധുരമുള്ള മാമ്പഴമാണ്, എങ്കിലും അതിൻ്റെ കൂടെ തന്നെ ഒരു പഴുത്ത ഒരു പഴം കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ട് മാംഗോയിലേക്ക്, പൾപ്പിലേക്ക് നമ്മൾ ജസ്റ്റ് ഈ ഒരു മുഴുവനായിട്ടുള്ള യോഗേർട്ടും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ വളരെ തിക്കായിട്ടും അത് ചെറിയൊരു ലൂസായിട്ടുള്ളൊരു മിക്സ്ചർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് ചേർത്തിട്ടുള്ള സിന്നമൺ അല്ലെങ്കിൽ കറുവപ്പട്ടയുടെ പൊടിയാണ്. ഇത് നമുക്ക് ഒരുപാടേറെ ഹോർമോൺ ഇഷ്യൂസിന്, അല്ലെങ്കിൽ പീരീഡ്സ് സംബന്ധമായ പ്രശ്നങ്ങൾക്കും അതുപോലെ ബോഡി വെയിറ്റ് കുറയ്ക്കാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ്. മുൻപ് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ്, കൂടുതൽ പറയുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ നെക്സ്റ്റ് ഞാനിതിലേക്ക് കുതിർത്ത് വെക്കാനായിട്ട് അല്പം ചിയ സീഡ് 1 ടേബിൾ സ്പൂണൊക്കെ ചേർത്താൽ മതി കേട്ടോ. അതിൽ കൂടുതലൊന്നും, ഒരു ദിവസത്തിൽ ഒരു 2 ടേബിൾ സ്പൂണിൽ കൂടുതൽ ഉപയോഗിക്കരുത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എപ്പോഴും തന്നെ ഇത് സോഫ്റ്റ് ആക്കിയിട്ട് കുതിർത്തിട്ട് കഴിക്കുന്നതാണ് നല്ലത്. അതിന് വേണ്ടിയിട്ട് ഞാനിതിലൊന്ന് നന്നായിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഓവർനൈറ്റ് ചിയ പുഡിംഗ് ആണ്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ നന്നായിട്ട് അടച്ചെടുത്ത് വെച്ചാൽ നെക്സ്റ്റ് ഡേ ഇതുപോലെ എടുക്കാവുന്നതാണ്. ഇനി ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ജസ്റ്റ് ഇതുപോലെ ബ്ലാക്ക്ബെറീസോ ഫ്രൂട്ട്സോ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ളത് എന്താണോ അത് നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ മുൻപ് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓർഗാനിക് ഹാബിറ്റ്സിൻ്റെ മിക്സ് നമുക്കിതിന് മുകളിൽ സ്പ്രെഡ് ചെയ്തിട്ടും ഉപയോഗിക്കാവുന്നതാണ്. മില്ലറ്റ്സുകൾ അല്ലെങ്കിൽ നോ ആഡഡ് ഷുഗേഴ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് ഒട്ടും നമ്മൾ ഷുഗർ ഉപയോഗിക്കുന്നില്ല. ഡയബറ്റിക് പേഷ്യൻസ് ഒക്കെ ആണെങ്കിലൊക്കെ ധൈര്യപൂർവ്വം ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ബ്രൊക്കോളി പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ അതൊന്ന്
ഉണ്ടാക്കുന്നത് നമ്മൾ ഫ്രഷ് ആയിട്ട് കഴിക്കാനും സാഹചര്യം നമുക്കൊന്നും ഇവിടെ അങ്ങനെ സുലഭമായിട്ട് കിട്ടുന്നില്ലെങ്കിലും ഇനി ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ ടേസ്റ്റും എല്ലാവർക്കും പറ്റണമെന്നില്ല. അപ്പോൾ ഈ രൂപത്തിൽ ഡ്രൈഡ് ഫോമിലൊക്കെ ഇതിൽ ചേർത്തിട്ടുണ്ട്. വെജിറ്റബിൾസ് ആയാലും അല്ലെങ്കിൽ പൾസസ് ആയാലും അല്ലെങ്കിൽ ചില മില്ലറ്റ്സുകളായാലും അതൊക്കെ നമുക്ക് വളരെ ധൈര്യപൂർവ്വം ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഹെയറും സ്കിന്നും മാത്രമല്ല നമ്മുടെ ഒരു എനർജി ലെവൽ തന്നെ വളരെ വ്യത്യാസപ്പെടും. പിന്നെ HB കൗണ്ടൊക്കെ ഒരു പരിധിയിൽ കൂടുതൽ കുറഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ചും ചിലർക്ക് ബ്ലീഡിങ് പ്രശ്നങ്ങളാവുമ്പോഴോ മെൻസസ് അടുത്തിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മെനോപോസ് സമയങ്ങളിൽ ദേഹത്തുണ്ടാവുന്ന ചൂട് കൂടുതൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഹോർമോൺ ഇഷ്യൂസ് കൊണ്ടാണ് ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മുടെ ബോഡിയിലെ ഈ ഒരു ദോഷങ്ങളെ ഒന്ന് ബാലൻസ് ചെയ്യാനൊക്കെ ഇത്തരം സമീകൃതമായിട്ടുള്ള ഡയറ്റ് സഹായിക്കും. അതിന് കൂടെ തന്നെ നല്ല രീതിയിൽ ചില സമയങ്ങളിൽ നമുക്ക് വേദനയൊക്കെ ഉള്ളപ്പം അത്തരം കാര്യമായിട്ടുള്ള എക്സസൈസുകളൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലൊരു യോഗ പോലുള്ളതൊക്കെ നമ്മൾ ബോഡി വഴങ്ങുന്ന രീതിയിലുള്ള യോഗ ആസനാസ് ഒരുപാടുണ്ട്. അതൊക്കെ ഒന്ന് ഫോളോ ചെയ്യുന്ന ഒന്നും പറ്റിയിട്ടില്ലെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് നടക്കാൻ സ്ലോപ്പുകളിലൊക്കെ നടക്കുമ്പോൾ ചിലപ്പോൾ മുട്ടുവേദനയുള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ നിരന്ന സ്ഥലങ്ങളിലൂടെ നടക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ കഴിയുന്നത് പോലെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കുറയ്ക്കാനും സർക്കുലേഷൻ കൂട്ടാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ എണ്ണ തേച്ച് കുടി എന്നുള്ളതും ഇതിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. അതൊക്കെ നമ്മുടെ സർക്കുലേഷൻ കൂട്ടാനും ഓക്സിജൻ സപ്ലൈ കൂട്ടാനും സർക്കുലേഷൻ ചില ഭാഗങ്ങളിൽ കുറഞ്ഞിരിക്കുന്ന സമയത്ത് നെർവ് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ നമുക്ക് വരും. അതൊക്കെ കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ സിമ്പിൾ കാര്യമാണെങ്കിലും ചിലപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വളരെ വ്യത്യാസം വരും. അതിൻ്റെ ഒരു മൂല കാരണമായിരിക്കും ചിലപ്പോൾ മാറി കിട്ടുന്നത്. അതുകൊണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് പറ്റിയിട്ടില്ലെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ. പിന്നെ വലിയ വലിയ എക്സസൈസുകളൊന്നും പ്രോത്സാഹിപ്പിക്കാത്തത് ഓരോരുത്തരുടെ ആരോഗ്യസ്ഥിതിയും വ്യത്യസ്തമാണ്. ഒരു 50-60 ശേഷമൊക്കെ തന്നെ ചിലപ്പോൾ നമുക്ക് പലവിധ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം. അപ്പോൾ അത് ഒരു ഡോക്ടറിൻ്റെ കൺസൾട്ടേഷനിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് സ്വീകരിച്ച് അത്തരം അഡ്വൈസ് എടുത്തു കഴിഞ്ഞാൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു പ്രശ്നത്തിനെ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് സിമ്പിൾ ടിപ്സ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നല്ലൊരു വിഷയമായി വീണ്ടും കണ്ടുമുട്ടാം.